അപ്പം ഗായ്സ് എല്ലാവർക്കും ആശാവാട്ടി FF മാക്സിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വന്നേക്കുന്നത് നമുക്ക് എങ്ങനെ ഏറ്റവും സിറ്റുവേഷൻ ഹാൻഡിലിങ് ആൻഡ് ഹെഡ് ഷോട്ട് അതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പം എൻ്റെ ഹിസ്റ്ററി, എൻ്റെ ഈ ഐ ഡി ഉണ്ടോ, എൻ്റെ ഐ ഡി 7. എൻ്റെ ഫ്രണ്ടാക്കാനോ എൻ്റെ കൂടെ 1v1 കളിക്കാനുള്ള ആൾക്കാരോ 1v1 കളിക്കാൻ ആഗ്രഹമുള്ളവരോ എനിക്ക് എൻ്റെ കൂടെ ഫ്രണ്ടാക്കാനോ സാധാരണ കളിക്കാനോ ആഗ്രഹമുള്ളവർ ഫ്രണ്ടാക്കാം. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ ഒരാൾക്ക് എത്ര മാസത്തിലാണെങ്കിലും ഫ്രണ്ടാക്കുമല്ലോ. 1 year ഒക്കെ ആകുമ്പോൾ പിന്നെ ഫ്രണ്ടാക്കില്ല. ഫ്രണ്ടാക്കുവാണെങ്കിൽ നിങ്ങളുടെ UID നിക്ക് നെയിം കമൻറ്റ് ചെയ്യണം. എന്നാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ എത്രയൊക്കെ ആൾക്കാർ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, എത്ര പേര് ഫ്രീ ഫയർ കളിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കെന്തായാലും ഹിസ്റ്ററി എടുത്തു നോക്കാം. എൻ്റെ ഹിസ്റ്ററി ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഗൈസ് എനിക്ക് AWM ലെവൽ 5 എടുത്തിട്ടുണ്ട്. മറ്റേ ഫയർ ബട്ടൺ ഞാൻ അൺലോക്ക് ആക്കി. ആൽബം അല്ല, ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ഹിസ്റ്ററി. എപ്പോൾ അങ്ങോട്ട് പോകും. ഇതാണ് ഇതിൻ്റെ ലെവൽ കണ്ടോ. ഇവനെ കാണിക്കില്ല, ഇവരെ എക്സ്പ്രസ് ആക്കുന്നില്ല. നൂബെന്ന് പറയല്ലേ ഗൈസ്, എൻ്റെ ഫ്രണ്ട്സാണ്. നോ സ്ക്രിപ്റ്റാണ് ഗൈസ്, നോ സ്ക്രിപ്റ്റ്. നിങ്ങൾക്ക് കളി കണ്ടാൽ തന്നെ മനസ്സിലാവും സ്ക്രിപ്റ്റ് അല്ലെന്ന്. പിന്നെ ഈ ഒരു കളിയും അതിന് മുന്നത്തെ ഒരു കളി ഉണ്ടായിരുന്നു, ഈ കളിയും. ഈ കളി ഞാൻ ഇവൻ്റെ കൂടെ തന്നെ കളിച്ചത്. അവൻ 1 പോയിൻ്റ്, എനിക്ക് 5 പോയിൻ്റ്. നമുക്ക് ആ വീഡിയോ നമുക്കത് കണ്ടിട്ട് വരാം. ആൽബം ലോങ് വോൾഫ് ഫസ്റ്റ് കാണാം. ഫസ്റ്റ് നമുക്ക് അവന്മാരുടെ മണ്ടത്തരം നമുക്ക് കാണാം. നമുക്ക് ഒരു മണ്ടത്തരം മാത്രമേ പറ്റുള്ളൂ. അതിന് കാണിച്ചാൽ ആ ഗണ്ണ് നമ്മളെടുത്തു, ഒരു ബാഗ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം ഡെസേർട്ട് മാത്രമായി. പനിയും കൂടിയാണ് ഗൈസ്. ഇവിടെ വരുമ്പം അവനെ ഫ്രണ്ടാക്കിയാണ്. അവനോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഫ്രണ്ടാക്കി. പക്ഷേ അവൻ ഫ്രണ്ടായി. ഈ സമയം ഒരിക്കലും നിങ്ങൾ ഒരു എനിമി വരുമ്പം ഈ ഒരു സിറ്റുവേഷൻ കണ്ടോ, എൻ്റെ എനിമി തോളത്ത് നിൽക്കുന്ന സമയം ഞാൻ അങ്ങോട്ട് മനസ്സിലായോ. ഞാനാണെങ്കിൽ അവൻ ആ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ ആ സൈഡിലോട്ട് മൂവ് ചെയ്യണം. അവിടെ വരുമ്പോൾ ഞാൻ ആ സൈഡിലോട്ട് മൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ഹെഡ് ഷോട്ട് കയറാൻ ചെറുങ്ങനെ ചാൻസ് ഉള്ളൂ. ഇങ്ങോട്ട് മൂവ് ചെയ്താലും ഹെഡ് ഷോട്ട് കയറും. അവൻ ഇരിക്കുമ്പം ഒരു സർപ്രൈസ് ഷോട്ട് കൊടുക്കാൻ പറ്റും. അവൻ ഫയർ ഇപ്പം അവൻ ഗ്ലൂ ഇടാൻ അത്ര അറിയത്തില്ലാത്ത പ്ലെയറാണ്. അവൻ ഫയർ ചെയ്ത് നമ്മൾ നിന്നുകൊണ്ടിരിക്കുക, സ്റ്റാൻഡ് ചെയ്ത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫയർ ചെയ്ത് ഫയറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇരുന്ന് അവൻ തന്നെ സർപ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഇത്. പിന്നെ അവൻ ജമ്പ് ചെയ്ത് വരുമ്പോഴോ അവൻ ഓടി നമ്മളെ അടിക്കാൻ വരുന്ന സമയത്തോ നമ്മൾ ഇരുന്നൊരു ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ അവന് സർപ്രൈസ് ആയിട്ട് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും. സർപ്രൈസ് ഫയർ കുറച്ച് ഗ്ലൂ വാളൊക്കെ ഇട്ട് അതല്ല എങ്ങനെ ഗ്ലൂ വേണം. സെക്കൻഡ് വലിയ പണിയാണ് ഗൈസ്. പിന്നെ സൺഡേ കൂടി ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഗൈസ്. പിന്നെ വീഡിയോയിൽ നമ്മുടെ ഇവിടെ അടുത്ത് ദേവി ക്ഷേത്രത്തിൽ നമ്മൾ ഒരു തെയ്യം വന്നിട്ടുണ്ട്. തെയ്ച്ചാമ്മൻ്റെയും കുട്ടിച്ചാത്തനും തെയ്യം വന്നായിരുന്നു. അതിൻ്റെ വിശേഷം ഇപ്പം ആ സമയത്ത് അവൻ അടിക്കായിരുന്നു. താഴത്തോട്ട് വരുന്ന സമയത്ത് അവന് ചെറുങ്ങനെ ഡ്രാഗ് തന്നെ അടിക്കായിരുന്നു. ഇവിടെ അവൻ ഇരുന്നുകൊണ്ട് മാത്രമാണ് ഇത് ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നത്. അവൻ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് 2 പേര് ഒരുമിച്ച് കണ്ടോ, അവൻ നമ്മുടെ തല കാണിക്കാൻ പാടില്ല. നമ്മുടെ തല കണ്ടു കഴിഞ്ഞാൽ അതാണ് പ്രശ്നം. പക്ഷെ അവൻ നമ്മുടെ തല അവിടെ കാണിച്ചത് അവൻ എൻ്റെ ഈ ഫേസ് ഞാൻ അവനെ കാണിച്ചില്ല, മനസ്സിലായല്ലോ. അവൻ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഈ ജോയ്സ്റ്റിക്ക് വെച്ചു എൻ്റെ ഫേസ് കാണിക്കാതെ വെക്കുമായിരുന്നേ. കാണിക്കാതെ വെച്ച് അവസാനം അവൻ കാണിച്ച സമയത്ത് തന്നെ ഒറ്റ അടി. ഇതാണ് റിഫ്ലക്സ്. ഈ ഫ്രീ ഫയർ PUBG കളിക്കുമ്പോൾ മൈൻഡ് വെച്ചാണ് നമ്മൾ ചിലവർ കളിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ നെറ്റ് പോയായിരുന്നു ഇവിടെ. എൻ്റെ ഫുൾ നെറ്റ് പോയി കണ്ടോ. അവിടെ ആ സമയത്ത് തന്നെ നെറ്റ് ഫുള്ള് പോയായിരുന്നു. ഇവിടെ ഞാൻ വലിയൊരു മണ്ടത്തരം തന്നെയാണ് കാണിച്ചത്. ഇവിടെയാണോ ഇവിടെയല്ല, ഇവിടെ നമ്മൾ ഫീനിപ്പം അടിച്ചു. അത് ഗ്ലിച്ചാണ്.
ഗ്ലിച്ചാണ്, ഇച്ചിരി റെക്കോർഡൊക്കെ അല്ലേ. അപ്പം ഇങ്ങനെ ഉള്ളൂ. ഈ പറഞ്ഞില്ല ഞാൻ പാനാണ്, അതാണിതെന്ന്. ഞാൻ പാനല്ല, ഇത് പ്രൊമോട്ടിങ് വീഡിയോ അല്ല, ഒന്നുമല്ല. ഓക്കെ, അവിടെ ഞാൻ മണ്ടത്തരം കാണിച്ചു. എനിക്ക് റഷ് അടിക്കാറുണ്ട്. ഞാൻ അങ്ങനെ കറങ്ങി, എന്തിനോ കറങ്ങി, അറിയാതെ കറങ്ങി വന്നു. കറങ്ങിയാൽ നമ്മൾ എനിമിക്ക് ചാടി അടിക്കാൻ പറ്റും. എനിമിക്ക് ഫ്രീ ആയിട്ട് കയറാം. നമ്മൾ ഇച്ചിരി കൂടി കറങ്ങി അവിടെ കൂടെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെയാണ് ഏറ്റവും കോമഡി, കണ്ടോണം. ഇപ്പോൾ ഞാൻ ഈ ഗൺ കോമ്പിനേഷൻ ഒന്നും മാറ്റിയില്ല, അവൻ എന്നെ അടിക്കായിരുന്നു. പിന്നെ നിങ്ങളെപ്പോൾ ഗ്ലൂ ആണ് ഈ ലെഫ്റ്റ് പീക്ക്, നമ്മൾ ഈ എൻ്റെ ഈ സൈഡാണ്, ഞാൻ അങ്ങോട്ട് ഈ സൈഡിലോട്ട് പോകുന്നുണ്ടോ, ഈ സ്ഥലത്തോടെ നമ്മൾ പീക്ക് ചെയ്ത് ഫയർ ചെയ്യല്. നമ്മൾ ലെഫ്റ്റ് പീക്ക് എപ്പോഴും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പം എൻ്റെ ഈ സെൻറ്റർ, കറക്റ്റ് സെൻറ്റർ നോക്കുമ്പം ഈ ഒരു സ്ക്രീൻ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ട് നോക്കുമ്പോൾ സെൻറ്ററിലായിരിക്കും. അത് സെൻറ്ററിലല്ലോ. അപ്പം അതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ട് നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടില്ലേ നമ്മളെ ഈ ക്യാരക്ടർ നിൽക്കുന്നത്. അപ്പം നമ്മൾ എയിം അങ്ങോട്ട് വരുമ്പം എനിമിക്ക് നല്ലോണം ഓപ്പണായിട്ട് നമ്മളെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. ചെറുങ്ങനെ ഇപ്പം ഞാൻ അവൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിലാണ് നിൽക്കുന്നത്. അവൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിൽ ഞാൻ അവൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിൽ നിൽക്കുന്നത്. അവൻ എന്നെ നല്ലോണം വിസിബിലിറ്റാവേ. അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അവൻ ഇറങ്ങാൻ സമയം കിട്ടിയില്ല. എടാ ഒന്ന് ബാക്ക് അടിച്ച് തരേണ്ട വരും. റീപ്ലേ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ വെച്ച് കാണിച്ചില്ല. ഇപ്പോൾ മാച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ ചെയ്ത മണ്ടത്തരം, അവൻ ഏറ്റവും വലിയ ചെയ്ത മണ്ടത്തരം നേരെ ഓടി വന്നു. ഇനി നല്ലോണം ചുമ്മാ കുറച്ചത് ട്രാക്ക് കഴിഞ്ഞാൽ ഹെഡ് കയറും. കണ്ടോ, ഇതാ നേരെ കയറി വന്ന് രണ്ടാമത്തെ അടി ഇട്ടു കൊണ്ട് ഇതൊരു മണ്ടത്തരം. ഇനിയിപ്പം അടുത്തൊരു മണ്ടത്തരമാണ്, അവൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരമാണിത്. ഇവൻ്റെ ഏറ്റവും വലിയ ആയിട്ടുള്ള മണ്ടത്തരമാണിത്. ഇവന്മാരുടെ രണ്ടെണ്ണത്തിൽ. ഓക്കെ, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മണ്ടത്തരം എന്താ. ഗൺ കോമ്പോസ് ഒക്കെയാണ് നോക്കേണ്ടത്. പിന്നെ എൻ്റെ ഗൺ കോമ്പോസ് ഒരു മിനിറ്റ് ഇപ്പോൾ വരാം. One opportunity closes a door, you can just bust that door back open. നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അവിടെ ഞാൻ വലിയൊരു മണ്ടത്തരം കാണിച്ചു. മണ്ടത്തരന്നല്ല, അങ്ങനെ അത് തീട്ടകളിയാണ്. ഞാൻ മണ്ടത്തരല്ല കാണിച്ചു. അവന്മാർ അങ്ങനെ ഒരാൾക്ക് അടിക്കാറില്ല. ഒരുത്തരിങ്ങനെ വരുവാ, ഒരുത്തൻ വന്നു കണ്ടാറില്ല, ഒരുത്തൻ ഇങ്ങോട്ട് വന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഈ മാപ്പിൽ ഞാൻ ഓർമ്മയുണ്ടായിരുന്നു. ഒരുത്തൻ അങ്ങ് ഒളിച്ചിരിക്കുക, ഒരുത്തൻ ഇവിടെ നിൽക്കുക. എന്ത് പറയാനും ഒരു കോൺസെൻട്രേഷൻ ചെയ്ത് അടിക്കാനും എനിക്ക് പറ്റത്തില്ല.
ഈ നോറോട്ടോ ഹാക്കർ എന്ന് പറഞ്ഞവൻ ഇവൻ്റെ ഈ MR കാലൻ്റെ അനിയനാണ്. കള്ളനാണോ കാലനാണോ? കാലൻ്റെ അനിയനാണ്. കള്ളനാണോ കാലനാണോ? കാലൻ്റെ അനിയനാണേ. അപ്പം ഞാൻ ഇപ്പോൾ ഇമോട്ടൊക്കെ ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ ടോപ്പൊക്കെ ചെയ്തു. പക്ഷെ അവനാണ് മറ്റേ ഇപ്പുറത്തേക്ക് കാലൻ പ്രൈം 3 ആണേ. ഇതൊക്കെ കാണണ്ടാവണേ. എത്ര അടി അടിച്ചെന്നിട്ടോ അവന്മാർ. ഇവിടെ ആണ് എനിക്ക് കിട്ടും. ഇവിടെ കേട്ടോ ഒരുത്തൻ അവിടെ നിന്ന് ഏഴോളെ വെച്ച് സ്നൈപ്പ് ചെയ്ത് പോകണ്ടോ കേട്ടോ. ഓരോരുത്തർ ഇതാ കണ്ടോ ഓരോരുത്തർ സ്നൈപ്പ് ചെയ്ത് നിൽക്കുക. അവിടെ ഞാൻ അവനെ റിപ്പോർട്ട് എടുത്തു. അതിന് അങ്ങനെ ഒരിക്കലും സ്നൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കവറിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇതാണ് കോമഡി മാച്ച്. ഓക്കെ, കോമഡി മാച്ചിലാണ്. അവൻ കാണിക്കുന്നുണ്ടോ? ഒരുത്തനാണ് മറ്റേ വീട്ടിൽ കയറി നിൽക്കുക ഉണ്ടോ. പുറകിന്ന് എയിം വരുന്നുണ്ടോ? ഞാനിപ്പോൾ നോക്കി ഇവിടെ ആരാ ഉള്ളതെന്ന്. നിങ്ങൾ കണ്ടതുണ്ടോ? അവിടെ ആയിട്ട് കണ്ടോ? ആ വീടിൻ്റെ ആ ഒരു വിൻഡോയിൽ കണ്ടോ? ഇതിട്ട് കാണിച്ചാൽ ടൂളിട്ട് കാണിച്ചുതരാം. ഈ വീടിൻ്റെ ഇവിടെ ആയിട്ടുണ്ട് ഒരുത്തുണ്ട്. ഈ വീടിൻ്റെ ഇവിടെ ആയിട്ട് ഞാൻ കാണിച്ചുതരാം. ഇതാ ആ വിൻഡോയിൽ കണ്ടോ ചെറിയ സാധനം? കണ്ടോ? വിൻഡോ അടക്കണേ. കണ്ടോ? എനിക്ക് അടിക്കാൻ പറ്റില്ല. ഹെഡ് ഷോട്ടുള്ള റൂമാണ്. പിന്നെ ഞാനെന്നെ വെയിറ്റ് ചെയ്ത മറ്റേ ഗ്ലൂ ആയിട്ട് വെക്കുക. അപ്പം ഞാൻ മറ്റേ തീർക്കുക വിചാരിച്ചു. അപ്പോൾ സോൺ വന്നപ്പോൾ ചാടി കൊണ്ടില്ല. 2, 3, 4, 5 കൊണ്ടില്ല, 6 കൊണ്ടില്ല, 7 കൊണ്ടില്ല, 8 കൊണ്ടില്ല. 9ാമത്തെ ഷോട്ടാണ് കൊണ്ടത്. പക്ഷെ അവൻ അങ്ങനെ ഞാൻ കുത്തി പിടിച്ച റീക്കോയിൽ കയറ്റിയതാണ്. ഉണ്ടോ? ഞാൻ റീക്കോയിൽ അറിയാതെ കയറ്റിയത്. ഇവിടെ ഞാൻ ശരിയായ കളി എടുത്തത്. കാരണം അവൻ എന്നെ കാണാറില്ല. ഞാൻ അവൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിൽ, എൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിലല്ല, ഞാൻ അവൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നു. അവൻ എന്നെ കാണാൻ പറ്റത്തില്ല. അവൻ എന്നെ കാണത്തില്ല. ലാസ്റ്റ് കണ്ടിട്ടില്ല. അവൻ എന്നെ കണ്ടില്ല. എന്നാൽ അവൻ എന്നെ ഫയർ ചെയ്തേനെ. ബാക്ക് വലിഞ്ഞ് ഫയർ ചെയ്തേനെ. അങ്ങനെ ഞാൻ മേലോട്ട് കയറി. അവൻ വിചാരിച്ച് ഞാൻ അപ്പുറത്തോട്ട് കയറുന്നതാണ്. അല്ലെങ്കിൽ അവൻ വിചാരിച്ചിട്ട് അവിടെ ഞാൻ ഒളിച്ചിരിക്കുമായിരിക്കും. രണ്ടുമായി ഞാൻ നോക്കുമ്പോൾ ഒരു അടി കണ്ട് മുകളിലോട്ട് നോക്കുമ്പോൾ പടമായി. ഫിസിക്സ് കറന്നുണ്ടോ? കറക്റ്റ് 100 കില്ല്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് നമുക്ക് കാണാം. കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കാണാം. ഹൗസ് അറസ്റ്റ് ചെയ്തു വച്ചേക്കുന്നത്. ഹൗസ് അറസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, വീട്ടിൽ തടങ്കൽ. അപ്പോൾ ഈ